വിളപ്പിൽശാല ചവർ ഫാക്ടറി ഭൂമി സന്ദർശിച്ചു. വികസന പദ്ധതികൾ ഉടൻ യാഥാർത്ഥ്യമാക്കുമെന്ന് മേയർ വി രാജേഷ്. ജനങ്ങൾ ആഗ്രഹിക്കുന്ന വികസനം യാഥാർത്ഥ്യമാക്കുകയാണ് BJPയുടെ ലക്ഷ്യമെന്ന് തിരുവനന്തപുരം നഗരസഭാ മേയർ വി രാജേഷ് പറഞ്ഞു. ശ്രീ MR ഗോവൻ ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ ഞങ്ങളൊരു ടീം ഇവിടെ വന്ന് ഈ സ്ഥലവും സന്ദർശിച്ചത്. വിവിധ വികസന പദ്ധതികൾക്ക് ഈ സ്ഥലം പ്രയോജനപ്പെടുത്തുന്നതിനെ കുറിച്ചുള്ള ചർച്ച സജീവമായിട്ട് ഉയർന്നു വരികയാണ്. തീർച്ചയായിട്ടും കോർപ്പറേഷൻ ഉടമസ്ഥരുടെ സ്ഥലം നാടിന് പ്രയോജനം ചെയ്യുന്ന നമ്മുടെ വരാൻ പോകുന്ന തലമുറകൾക്കുൾപ്പെടെ ഗുണം ചെയ്യുന്ന തരത്തിൽ എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് എന്ന് ഉദ്യോഗസ്ഥരുമായിട്ടും ബന്ധപ്പെട്ട ഘടകങ്ങളുമായിട്ടൊക്കെ സംസാരിച്ചതിന് ശേഷം ഞങ്ങൾ മറുപടി അറിയിക്കും. പല പദ്ധതികളും പല പ്രോജക്റ്റുകളെക്കുറിച്ചും ചർച്ച വന്നിട്ടുണ്ട്. എന്തായാലും ഒരു സ്ഥലം ഇങ്ങനെ വെറുതെ വർഷങ്ങളായി കിടക്കുകയാണല്ലോ, അത് നാടിന് പ്രയോജനപ്പെടണം. പ്രത്യേകിച്ചും കോർപ്പറേഷൻ്റെ കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ അത് ഏതു തരത്തിൽ പ്രയോജനപ്പെടുത്താൻ പറ്റും? സ്വാഭാവികമായിട്ടും ഞങ്ങൾ ഇന്ന് സ്ഥലം കണ്ടു. ഇനി ഞങ്ങളുടെ കോർപ്പറേഷൻ്റെ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ ചർച്ച ചെയ്യണം. അതോടൊപ്പം തന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ പരിഗണനയ്ക്ക് വരണം. അതിനുശേഷം കൗൺസിലിൽ ചർച്ച ചെയ്യണം. അപ്പോൾ ബന്ധപ്പെട്ട ഘടകങ്ങളുമായിട്ട് സംസാരിക്കണം. സംസ്ഥാന സർക്കാരുമായിട്ട് ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. അത്തരത്തിലുള്ള പ്രോസസ്സൊക്കെ കഴിഞ്ഞിട്ട് മാത്രമേ ഒരു മറുപടി പറയാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഞങ്ങൾ എല്ലാ സാധ്യതകളും വിലയിരുത്തും. ഇവർ പറഞ്ഞ ഘടകങ്ങൾ ഞങ്ങൾ പരിശോധിക്കും. വളരെ ദീർഘവീക്ഷണത്തോടെയുള്ള ചില നിർദ്ദേശങ്ങളാണ് സൗമ്യയുടെ നേതൃത്വത്തിലുള്ള പഞ്ചായത്ത് കമ്മിറ്റി മുൻപോട്ട് വെച്ചിട്ടുള്ളത്. ഇവിടുത്തെ ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ ഇവിടെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാ ഘടകങ്ങളുമായിട്ട് ആലോചിച്ചതിന് ശേഷം കളക്ടറുമായിട്ട് സംസാരിക്കണം. അതിനൊക്കെ ശേഷം ഞങ്ങൾ കൃത്യമായിട്ട് മറുപടി കൊടുക്കും. എന്തായാലും നാടിന് പോസിറ്റീവായിട്ട് വരുന്ന തരത്തിലാണ് കോർപ്പറേഷനും പഞ്ചായത്തിനും ഇവിടുത്തെ ജനങ്ങൾക്കൊക്കെ തന്നെ ഗുണം വരുന്ന തരത്തിലുള്ള പദ്ധതികൾ ഇവിടെ നടപ്പിലാക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. കോർപ്പറേഷൻ്റെ വികസനത്തിന് ആവശ്യമായുള്ള എല്ലാ സാധ്യതകളും ഞങ്ങൾ പ്രയോജനപ്പെടുത്തുക. അപ്പോൾ സ്വാഭാവികമായിട്ടും കോർപ്പറേഷൻ ഇത്രയും വലിയൊരു സ്ഥലത്ത് കോർപ്പറേഷൻ്റെ മാത്രം ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഒരു വികസന പദ്ധതി നടത്തുമ്പോൾ അതിനൊരു പരിമിതിയുണ്ട്. അതിന് സംസ്ഥാന സർക്കാരിൻ്റെ ഫണ്ട്, കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട്, അതുപോലെ തന്നെ വിവിധ ഏജൻസികൾ ആരെങ്കിലുമൊക്കെ സഹായിക്കാൻ തയ്യാറുണ്ടെങ്കിൽ അതൊക്കെ തന്നെ കോർപ്പറേഷൻ ആലോചിക്കും, പ്രയോജനപ്പെടുത്തും. ഏത് പ്രോജക്റ്റാണ് ഇവിടെ വരാൻ പോകുന്നത്, ഏത് പ്രോജക്റ്റ് വന്നാലാണ് നാടിന് ഏറ്റവും ഗുണം, ജനങ്ങൾക്ക് ഏറ്റവും ഗുണം എന്നുള്ളതിലാണ് നമ്മൾ ആദ്യം ആ ഒരു വിലയിരുത്തലാണ് എത്തിച്ചേരേണ്ടത്. ആ വിലയിരുത്തൽ എത്തിച്ചേർന്നതിന് ശേഷം അടുത്ത ഘട്ടങ്ങൾ പരിശോധിക്കും. ഞങ്ങളിപ്പോൾ ഈ സ്ഥലം ഏത് തരത്തിലാണ് പ്രയോജനപ്പെടുത്തേണ്ടത്, ഏത് തരത്തിൽ പ്രയോജനപ്പെടുത്താം എന്നുള്ളതിനെ കുറിച്ചാണ് ഞങ്ങളുടെ സമയവും ഊർജ്ജവും ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നത്. അല്ല, ഞാൻ നേരത്തെ പറഞ്ഞത് ഏത് പദ്ധതിയാണ് ഇതിന് ഞങ്ങളുടെ എല്ലാ ഘടകങ്ങളും ഞങ്ങളുടെ എല്ലാ ഘടകങ്ങളിലും ചർച്ച ചെയ്യണം. ഞങ്ങളുടെ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ ആദ്യം ചർച്ച ചെയ്യണം. അതിനുശേഷം ഏത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലാണ് ആലോചിച്ചിട്ട് ആ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ വരണം. കൗൺസിൽ ചർച്ച ചെയ്യണം. കൗൺസിൽ ഞങ്ങളുടെ അഭിപ്രായം എടുക്കണം. എക്സ്പെർട്ടുകളുടെ ഒപ്പീനിയൻ എടുക്കേണ്ടതായിട്ടുണ്ട്. ഭരണപരമായിട്ട് ചർച്ച ചെയ്യേണ്ട ഘടകങ്ങൾ ചർച്ച ചെയ്യണം. സംസ്ഥാന സർക്കാരുമായിട്ട് ചർച്ച ചെയ്യണം. അതിനുശേഷം മാത്രമേ ഇത്തരം ചോദ്യങ്ങൾക്ക് മറുപടി വരാൻ പറ്റുള്ളൂ. വിളപ്പിൽശാലയിലെ ചവർ ഫാക്ടറി ഭൂമി സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മേയർ വി രാജേഷ്, BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് സ്ഥലം സന്ദർശിച്ചത്. തിരുവനന്തപുരം നഗരസഭയിലെ ഇടതുഭരണത്തിന്റെ ദീർഘവീക്ഷണമില്ലാത്ത നടപടികൾ മൂലം ദുരിതത്തിലായ വിളപ്പിൽശാലയെ വികസനത്തിന്റെ പാതയിലേക്ക് നയിക്കാനാണ് പുതിയ നീക്കം. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിളപ്പിൽ പഞ്ചായത്ത് ഭരണം BJPക്ക് ലഭിച്ചതോടെ നിലവിൽ ഉപയോഗശൂന്യമായി കിടക്കുന്ന ഫാക്ടറി ഭൂമിയിൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള കളിസ്ഥലമടക്കമുള്ള പദ്ധതികൾ നടപ്പിലാക്കണമെന്ന് പഞ്ചായത്ത് ഭരണസമിതി ആവശ്യപ്പെട്ടിരുന്നു. PK കൃഷ്ണദാസിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഭരണസമിതി മേയറുമായി നടത്തിയ കൂടിക്കാഴ്ചയെ തുടർന്നാണ് നഗരസഭാ ഉദ്യോഗസ്ഥരടങ്ങുന്ന സംഘം സ്ഥലം സന്ദർശിച്ചത്. വികസന പദ്ധതികൾ യാഥാർത്ഥ്യമാകുന്നതോടെ മണ്ഡലത്തിന്റെ മുഖച്ഛായ മാറുമെന്ന് PK കൃഷ്ണദാസ് പറഞ്ഞു. സന്ദർശനത്തിൽ ആവശ്യപ്പെട്ടത് ഈ 48 ഏക്കർ ഭൂമിയിൽ ഒരു നിശ്ചയ സ്ഥലം വിളപ്പിൽ ഗ്രാമപഞ്ചായത്തിന് നൽകുകയാണെങ്കിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു കളിസ്ഥലം ഇവിടെ നിർമ്മിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അത് വിളപ്പിൽ പഞ്ചായത്തിലെയും കാട്ടാക്കട നിയമസഭാ മണ്ഡലത്തിലെയും വികസനത്തിന് അക്കം കൂട്ടും കായിക പ്രേമികളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നു മാത്രമല്ല, കേരളത്തിലെയും ഇന്ത്യയിലെയും കായിക പ്രേമികൾക്ക് പ്രയോജനകരമാകുന്ന രീതിയിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു സ്റ്റേഡിയം പണിയാനാണ് ഇവർ നിവേദനം നൽകിയത്. അപ്പോൾ ഇതിനോട് അന്ന് ബഹുമാന്യനായ മേയർ ഈ നിവേദനം വായിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കേവലം നമ്മുടെ പഞ്ചായത്തിൽ മാത്രമല്ല മുഴുവൻ കേരളത്തിനും മുഴുവൻ നമ്മുടെ സംസ്ഥാനത്തിനും അവിടെ കായിക പ്രേമികൾക്കും പ്രയോജനകരമാകുന്ന ഈ അന്താരാഷ്ട്ര സ്റ്റേഡിയം എന്നുള്ള ഒരു സങ്കല്പത്തെ സംബന്ധിച്ച് അദ്ദേഹം അന്ന് അതിനെക്കുറിച്ച് ചർച്ച ചെയ്തു. പക്ഷേ സ്ഥലം സന്ദർശിച്ച് അതിൻ്റെ സാങ്കേതികമായിട്ടുള്ള മറ്റു കാര്യങ്ങളും കൂടി അവർ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. പ്രദേശത്തെ യുവജനങ്ങൾ ദീർഘകാലമായി ഉന്നയിക്കുന്ന അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള കളിസ്ഥലം എന്ന ആവശ്യം ഉടൻ പരിഹരിക്കപ്പെടും. നഗരസഭയും പഞ്ചായത്തും ഏകോപിച്ച് വികസനം വേഗത്തിലാക്കും.
GTV ന്യൂസ് കാട്ടാക്കട.